നാച്ചുറലി കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടി ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് അടുത്ത് വരുന്ന കപ്പിൾസിന് ആദ്യം തന്നെ IVF നിർദ്ദേശിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ ദിവ്യ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. ഇത് നാച്ചുറലി കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കപ്പിൾസിന് നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഇത് ആദ്യമായി വരുന്ന കപ്പിൾസിന് നിർദ്ദേശിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആദ്യമായിട്ടൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വരുന്ന കപ്പിൾസിന് കുറച്ച് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ആദ്യം അഡ്വൈസ് ചെയ്യാറ്. അത് 2 പാർട്ട്ണർക്കും ടെസ്റ്റുകൾ ആവശ്യമായി വരാറുണ്ട്. ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ കംപ്ലീറ്റ് ഹീമോഗ്രാം, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, പ്രൊലാക്റ്റിൻ, ആൻറ്റിമുലേറിൻ ഹോർമോൺ അല്ലെങ്കിൽ സിറം AMH, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പെൽവിക് അൾട്രാസൗണ്ട്, ബേസ് ലൈൻ പെൽവിക് അൾട്രാസൗണ്ട്. ഇത് പ്രിഫറബിളി 2nd or 3rd ഡേ ഓഫ് പീരിയഡ്സിലാണ് ചെയ്യുന്നത്. ഇത് 2nd or 3rd ഡേ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് അല്ലെങ്കിൽ ഒവേറിയൻ റിസർവ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാണ്ട് ഓവറിൽ ഏതെങ്കിലും സിസ്റ്റുകളോ, യൂട്രസിൽ ഫൈബ്രോയിഡ്സ്, യൂട്രസിൻ്റെ ലൈനിങ്, എൻഡോമെട്രിയത്തിൽ പോളിപ്സോ എന്തുണ്ടെങ്കിലും അറിയാൻ പറ്റും. മെയിൽ പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ അവരുടെ മെഡിക്കൽ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ ബേസ് ലൈൻ ആയിട്ടൊരു സെമൻ അനാലിസിസ് മാത്രം മതിയാകും. ഈ സെമൻ അനാലിസിസ് ഒരു 3 to 5 days ഇജാക്കുലേഷൻ ഇല്ലാത്തൊരു ചെയ്യാണ്ട് വേണം ഒരു സാമ്പിൾ കൊടുക്കാനായിട്ട്. അപ്പം ഈ 2 പാർട്ട്ണറെ അസസ് ചെയ്ത് ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെങ്കിൽ അവരെ നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഫെർട്ടൈൽ പീരീഡ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞാൽ കൺസീവ് ചെയ്യാൻ മാക്സിമം സാധ്യതയുള്ള സമയമാണ്. ആവറേജ് ഒരു 20 to 30 ഡേ സൈക്കിളുള്ള ഒരു ലേഡി ആണെങ്കിൽ 14th or 15th ഡേ ആയിരിക്കും, 14th or 15th പീരിയഡ്സ് ആയിരിക്കും ഓവുലേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരത്തെ കുറച്ച് ലേറ്റോ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് പീരിയഡിൻ്റെ 10ാമത്തെ ദിവസം തൊട്ടൊരു 17-18ാമത്തെ ദിവസം വരെയാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ കൺസെപ്ഷൻ പോസിബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ ഇൻഡക്ഷൻ. ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഗ് ഡെവലപ്മെൻറ്റുള്ള ടാബ്ലറ്റ്സ് കൊടുത്ത് എഗ് ഡെവലപ്മെൻറ്റ് സ്കാൻ വഴി മോണിറ്റർ ചെയ്തിട്ട് അത് റിലീസിൻ്റെ ടൈം ആകുമ്പോൾ അവരോട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറയുന്നതാണ്. ഇതും ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI അതുപോലെ ഓവുലേഷൻ ഇൻഡക്ഷൻ പോലെ ടാബ്ലറ്റ് കൊടുത്ത് എഗ് റിലീസിൻ്റെ സമയമാകുമ്പോഴേക്കും ആർട്ടിഫിഷ്യലായിട്ട് പ്രീ വാഷ് ചെയ്ത സ്പേം സാമ്പിൾസ് ഡയറക്റ്റായിട്ട് യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഒരു കാനുല വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സെർവിക്സും വെജാനയും ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ 2 മെത്തേഡ്സ് നമുക്ക് പല സൈക്കിൾസിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഫെയിലായാൽ മാത്രമാണ് നെക്സ്റ്റ് ലെവൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF നിർദ്ദേശിക്കുന്നത്. താങ്ക് യു.